Hi guys, welcome back to Sharing Talks. ഇത് ഇരമ്പൻ പുളിയാണ്. ഓർക്കാപ്പുളി, ചിലമ്പിപ്പുളി, പുളിഞ്ചിക്ക എന്നൊക്കെ ഇതിനെ വിളിക്കും. നമ്മുടെ തൊടികളിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഇരമ്പൻ പുളി വെറുതെ മരത്തിന് കീഴിൽ കിടന്ന് കേടുവന്നു പോകുന്നത് നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. ഇരമ്പൻ പുളി കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയായ പല ഫുഡ് ഐറ്റംസും ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഇരമ്പൻ പുളി കൊണ്ട് നല്ല അടിപൊളി പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം നിറയെ ഇരമ്പൻ പുളി പറിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഇരു അറ്റവും മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്. 10-15 മുളക് നമുക്ക് എടുക്കാം. നമ്മുടെ എരിവിൻ്റെ ലെവൽ അനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്കൊരു 5 പീസ് എടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് പിന്നെ നമുക്ക് വേണ്ടത്. വെളുത്തുള്ളി നമുക്ക് ഒരു വെളുത്തുള്ളി എടുക്കാം. ഇഞ്ചി നമുക്ക് വലിയ 2 കഷ്ണങ്ങളും എടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയൊരു കടി ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു പേസ്റ്റ് ആകുന്ന വിധത്തിൽ അടിച്ചെടുക്കാം. നമുക്ക് ഒരു പാത്രം വെച്ച് ലോ ഫ്ലെയിമിൽ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇരമ്പൻ പുളി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചും കൊടുക്കാം. പാത്രത്തിൽ ഇരമ്പൻ പുളി കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ശേഷം നമുക്കിത് മൂടി വെക്കാം. വേവിക്കാൻ വെച്ചിട്ടുള്ള ഇരമ്പൻ പുളിയിൽ വെള്ളം കുറയും തോറും നമ്മൾ അതിൻ്റെ ഫ്ലെയിം കുറച്ചു കൊടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം വയ്ക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് 4 പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഈ ശർക്കരയെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടി വെക്കണം. ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി നമുക്ക് നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള ഇരമ്പൻ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് വെന്ത് വരുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഈ അരപ്പും അതുപോലെ ശർക്കര പാനിയും ഇരമ്പൻ പുളിയുമായിട്ട് മിക്സ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് ചേരുന്ന വിധത്തിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് വീണ്ടും മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റിന് ശേഷം ഈ പാത്രം തുറന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതായത് ഇരമ്പൻ പുളിയെയും അതിലേക്ക് ചേർത്തിട്ടുള്ള ചേരുവകളെയും നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ ഇരമ്പൻ പുളിയെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളകിട്ട് കൊടുക്കാം. പിന്നെ ഇതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഉണ്ടമുളകാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീണ്ടമുളകാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് വേവുന്ന ഒരു സമയം കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു നോക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് അടിയിൽ പിടിക്കാത്ത വിധത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ തിക്നെസ് കൂടും തോറും നമ്മൾ അടിയിൽ
ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇരുമ്പും പുളി കൊണ്ടുള്ള നല്ല അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറിൻ ടോൾസ്. ഇത് ഇരമ്പൻ പുളിയാണ്. ഓർക്കാപ്പുളി, ചിലമ്പിപ്പുളി, പുളിഞ്ചിക്ക എന്നൊക്കെ ഇതിന് വിളിക്കും. നമ്മുടെ തൊടികളിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഇരമ്പൻ പുളി വെറുതെ മരത്തിന് കീഴിൽ കിടന്ന് കേടുവന്ന് പോകുന്നത് നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. ഇരമ്പൻ പുളി കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയായ പല ഫുഡ് ഐറ്റംസും ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഇരമ്പൻ പുളി കൊണ്ട് നല്ല അടിപൊളി പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം നിറയെ ഇരമ്പൻ പുളി പറിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഇരു അറ്റവും മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്. 10-15 മുളക് നമുക്ക് എടുക്കാം. നമ്മുടെ എരിവിൻ്റെ ലെവലനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്കൊരു 5 പീസ് എടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് പിന്നെ നമുക്ക് വേണ്ടത്. വെളുത്തുള്ളി നമുക്ക് ഒരു വെളുത്തുള്ളി എടുക്കാം. ഇഞ്ചി നമുക്ക് വലിയ 2 കഷ്ണങ്ങളും എടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയൊരു കടി ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു പേസ്റ്റ് ആകുന്ന വിധത്തിൽ അടിച്ചെടുക്കാം. നമുക്ക് ഒരു പാത്രം വെച്ച് ലോ ഫ്ലെയിമിൽ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇരമ്പൻ പുളി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചും കൊടുക്കാം. പാത്രത്തിൽ ഇരമ്പൻ പുളി കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ശേഷം നമുക്കിത് മൂടി വെക്കാം. വേവിക്കാൻ വെച്ചിട്ടുള്ള ഇരമ്പൻ പുളിയിൽ വെള്ളം കുറയും തോറും നമ്മൾ അതിൻ്റെ ഫ്ലെയിം കുറച്ചു കൊടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം വയ്ക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 4 പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഈ ശർക്കരയെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടി വെക്കണം. ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി നമുക്ക് നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള ഇരമ്പൻ പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് വെന്ത് വരുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഈ അരപ്പും അതുപോലെ ശർക്കര പാനിയും ഇരമ്പൻ പുളിയുമായിട്ട് മിക്സ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് ചേരുന്ന വിധത്തിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് വീണ്ടും മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റിന് ശേഷം ഈ പാത്രം തുറന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതായത് ഇരമ്പൻ പുളിയെയും അതിലേക്ക് ചേർത്തിട്ടുള്ള ചേരുവകളെയും നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് ഇരമ്പ പുളിയെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഉണ്ടമുളകാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നീണ്ടമുളകാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. കൊടുത്തിട്ടുള്ള മുളക് വേവുന്ന ഒരു സമയം കഴിഞ്ഞാൽ നമുക്കിത് തുറന്നു നോക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് അടിയിൽ പിടിക്കാത്ത വിധത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. തോറും നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇരുമ്പും പുളി കൊണ്ടുള്ള നല്ല അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ.